ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലിജീസ് വ്ളോഗ്സിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞങ്ങൾ രാവിലെ തന്നെ കുർബാനയ്ക്ക് പോകണം. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കുർബാനയ്ക്ക് പോകാനായിട്ട് ഞങ്ങൾ എല്ലാവരും റെഡിയായി ഇറങ്ങണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ എല്ലാ വിശേഷങ്ങളായിട്ട് നമുക്ക് വീഡിയോ കാണാം. കുറച്ച് ദിവസത്തെ ഗ്യാപ്പിന് ശേഷം കേട്ടോ നമ്മുടെ ഈ വീഡിയോ നിങ്ങളുടെ അടുത്തേക്ക് എത്തുന്നത്. കഴിഞ്ഞ നമ്മുടെ വീഡിയോയിൽ ആൽവിനെ കൺഗ്രാജുലേഷൻസ് അറിയിച്ച നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ എല്ലാ ഫ്രണ്ട്സിനും ഒത്തിരി താങ്ക്സ്. ഞങ്ങൾ നാട്ടിൽ പോയിരിക്കുകയായിരുന്നു. നാട്ടിൽ നിന്ന് വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിരിക്കുന്ന വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. ഇന്ന് മഞ്ഞ് അധികം ഇല്ല കേട്ടോ. അധികം മഞ്ഞൊന്നും ഇല്ലാത്തൊരു ദിവസം, പക്ഷേ നല്ല സൂപ്പർ തണുപ്പാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിലിരുന്നാൽ പോലും നമുക്ക് തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്ലാസ്സുകളൊക്കെ അടച്ചൊക്കെ കിടക്കുന്നതുകൊണ്ട് അത്രയ്ക്കും കുഴപ്പമില്ല. പക്ഷെ പുറത്തൊക്കെ നല്ല തണുപ്പാട്ടോ. അപ്പോൾ നമ്മളിതാ പള്ളി അടുത്തുകൊണ്ടിരിക്കുന്നു. കുർബാനയ്ക്കൊക്കെ പോയി ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് ഇനി തിരിച്ചു വന്ന് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് ഇതാ തിരിച്ചു പോകണ്ടോ. അപ്പോൾ ഇന്നെന്തായാലും ചെറിയൊരു സൂര്യപ്രകാശമൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് തുണികളൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റിയ ഒരു ദിവസമാണ് ഇന്നെന്ന് വിചാരിക്കും. ഈ ആഴ്ചയിൽ ശരിക്കും പറഞ്ഞാൽ സൂര്യനെ കണ്ടിട്ടില്ല ഞങ്ങൾ. ഇന്നാണ് സൂര്യനെ കാണുന്നത്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു സന്തോഷമുണ്ട് ഞങ്ങൾക്കും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുർബാനയൊക്കെ കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഉച്ചക്കാലത്തെ പ്രിപ്പറേഷൻസ് ഒരുവിധമൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാ അവിടെ റൈസൊക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്ന് ഫിഷ് ഫ്രൈ. പിന്നെ ഫിഷ് ഫ്രൈ ഇതാ ഞാനിപ്പോൾ റെഡിയാക്കി എടുത്തതേ ഉള്ളൂ. പിന്നെ അഞ്ജുന് ഫിഷ് ഫ്രൈ വേണ്ടാന്ന് പറഞ്ഞാൽ അഞ്ജുന് ഇതാ ബുൾസായി ഉണ്ടാക്കിയിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫിഷ് കറിയാണ് ഇന്ന് നമ്മുടെ സ്പെഷ്യൽ. അത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിയിൽ ഉണ്ടാക്കിയ കറി കേട്ടോ. രാത്രി നമുക്ക് ടൈം കിട്ടിയ സമയത്ത് രാത്രിയിലേക്കും കൂടെ അതുപോലെ ഇന്ന് ഉച്ചക്കാലത്തേക്കും കൂടെ കരുതി ഉണ്ടാക്കിയതാണ്. ഇത് മത്തിയാണ്, മത്തി ചാള. അപ്പോൾ ചാളക്കറി അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ പായസം മിക്സ്. ചേട്ടൻ ഉണ്ടാക്കുന്ന പായസമാണ് നമ്മുടെ പാലട മിക്സ്. ഇന്നലെ അവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ കേരള ഐറ്റംസ് ഒക്കെ തരുന്ന വണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ അതിൽ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇന്ന് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ്. പായസം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു ഇവിടെ. പാലട മിക്സ്. അപ്പോൾ ആദ്യം ചോറുണ്ട്. അത് കഴിഞ്ഞ് പായസത്തിൻ്റെ ജോലികളൊക്കെ തീർത്തിട്ട് വേണം എനിക്കിതാ നമ്മുടെ ഗിറ്റ്സ് ജിലേബി മിക്സ് ഇതുണ്ടല്ലോ, ജിലേബി മിക്സ് ഇതൊന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിരിക്കുന്നുണ്ട്. ശരിയാവില്ലെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കാൻ പോകുന്നതാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് തന്നെ ഉണ്ടാക്കണം. കുറച്ച് ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോകണം. ഭക്ഷണമൊക്കെ കഴിഞ്ഞു. കുറച്ചധികം ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് ഇന്ന് എനിക്ക് ടൈം കിട്ടാറില്ല. അപ്പോൾ എന്തായാലും ഇന്നുണ്ടാക്കും. ഇന്ന് ഷുവറായിട്ട് ഉണ്ടാക്കി തരും. ശരിയായിട്ട് വന്നാൽ ഞങ്ങളൊക്കെ കഴിക്കും, അല്ലെങ്കിൽ നമുക്ക് കളയേണ്ടി വരും. അപ്പോൾ നോക്കട്ടെ കേട്ടോ. നോക്കിയിട്ട് പക്ഷെ ഫുഡ് കഴിക്കട്ടെ. അത് ഞങ്ങളുടെ ലഞ്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങളുടെ ലഞ്ചൊക്കെ കഴിഞ്ഞു. പായസം റെഡിയായി. അപ്പോൾ ഞാനെന്താ പായസം ഇങ്ങനെ പേപ്പർ ഗ്ലാസ്സിൽ ഇതാ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിനി പായസം കുടിക്കാൻ പോകാം. അടിപൊളി പായസം കേട്ടോ. ഈ പാലട മിക്സ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ പായസം. അപ്പോൾ ഇപ്പോൾ ആൽവിനൊക്കെ വീട്ടിലുണ്ടല്ലോ. അപ്പോൾ ആൽവിൻ പോകുന്നതിന് മുൻപ് പായസം ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്കൊരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ അതിനൊരു പാക്കറ്റ് വാങ്ങിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞങ്ങൾ ഇനി പായസമൊക്കെ പിടിച്ചിട്ട് വരാം. എന്നിട്ട് നമുക്ക് ബാക്കി വിശേഷം. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ലഞ്ചൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴല്ലോ നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങി. നല്ലപോലെ ഉറക്കം വേണ്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉറങ്ങി എണീറ്റ് ഇതാ വീണ്ടും കിച്ചണിലേക്ക് വന്നേക്കാണ്. അപ്പോൾ നമ്മൾ ഈവനിങ് ടൈമിലാണ് ഇപ്പോൾ ജിലേബി ഉണ്ടാക്കാൻ പോകുന്നത്. സക്സസ്ഫുൾ ആവുമെന്ന് അറിയില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ പാക്കറ്റ് പൊട്ടിക്കും. ഇതൊരു പരീക്ഷണം മാത്രമാണ്. എന്തായാലും ഇതിനകത്തേക്ക് നമുക്ക് വെള്ളമൊക്കെ ചേർക്കേണ്ടത് 125 ml. അപ്പോൾ അത് ഇവിടെ കറക്റ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബോട്ടിലുമേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അളവ് കാര്യങ്ങളെല്ലാം കറക്റ്റ് അറിയാൻ പറ്റും. ബോട്ടിലുമേ തന്നെ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൽ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അതിന് പറയുന്നത് ജിലേബി മേക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ ഗിറ്റ്സിൻ്റെയാണ്. ഗിറ്റ്സ് ഡെസേർട്ട് മിക്സ് ജിലേബി ഈസി മേക്കർ ബോട്ടിൽ ഫ്രീ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമുക്ക് തുറക്കാം പാക്കറ്റ്. ഇതാണ് ഇതിനകത്തുള്ള പാക്കറ്റ്. ഈ ഒരു പാക്കറ്റ് മാത്രമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇത് വെച്ച് ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു മെത്തേഡ് വെച്ച് തന്നെയാണ് ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ ഇതിനകത്ത് 125 ml എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ നീക്കി വയ്ക്കാം. ആദ്യം നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കണം. അപ്പോൾ ഷുഗർ സിറപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ പാൻ അടുപ്പത്ത് വെക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് 300 ഗ്രാം ഷുഗർ ചേർക്കാനാണ് എഴുതിയേക്കണേ. അപ്പോൾ ഇത് നമ്മുടെ 240 ml കപ്പാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ ഇത്രയ്ക്കും ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ടേബിൾ സ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർക്കുന്നുള്ളൂ ഷുഗർ.
പിന്നെ ഇതിനകത്തേക്ക് വെള്ളം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 1.25 കപ്പ് വെള്ളം ചേർക്കാനാണ്. അപ്പോൾ ഞാൻ 1 കപ്പ് ഇവിടെ ചേർത്തു. അതാ ഒരു 1/4 കപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇവിടെ നിന്ന് തിളയ്ക്കാനായിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് ഒരു തിളച്ചതിന് ശേഷം ഒത്തിരി സമയം ഒന്ന് സിമ്മിലിട്ട് വെക്കാൻ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കിടന്ന് തിളക്കിയിട്ട് നമുക്ക് അപ്പോഴേക്കും നമുക്ക് പൊടിയൊക്കെ നമ്മുടെ പാക്കറ്റ് ഗീറ്റ്സിൻ്റെ മിക്സ് പാക്ക് ഇരിക്കുന്നത് നമുക്ക് ബൗളിലേക്ക് ഒന്ന് മിക്സ് ആക്കാനായിട്ട് ഇടാം. നമ്മൾ പാക്കറ്റ് ഇതാ പൊട്ടിച്ച് ബൗളിലേക്ക് ഇടണം. ഇതാണ് നമ്മുടെ ഗിറ്റ്സ് ജിലേബി മിക്സ്. നമ്മൾ മിക്സ് ചെയ്യാൻ പോവാം കേട്ടോ. അപ്പോൾ ഓൾറെഡി ഇതിനകത്ത് നമ്മളിങ്ങനെ പാക്കറ്റ് പൊട്ടിച്ചിട്ടപ്പോൾ തന്നെ കുറച്ചിങ്ങനെ കട്ടകൾ പോലെയൊക്കെ കാണുന്നത് ഞാനൊന്ന് പൊടിച്ച് കൊടുക്കുന്നതാണ്. പൊടിഞ്ഞിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചത് മിക്സ് ആക്കാം. അപ്പോൾ അതാ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന 125 ml എന്ന് പറയുന്നത് അത് കറക്റ്റ് തന്നെയാണ്. പൊടിയില്ലാതെ നല്ലപോലെ മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കിനി ഇതിനെ ബോട്ടിലേക്ക് നമ്മുടെ ജിലേബി മേക്കറിലേക്ക് കോരി നിറയ്ക്കണം. 2 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി 2 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാണ് നമ്മുടെ ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പ് എന്തായാലും ഇനി ഓഫാക്കി നീക്കി വെക്കണം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ജിലേബി ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് വേണ്ട ഓയിൽ ഒഴിക്കാം. അതിനുശേഷം നമുക്ക് ഇതിനെ ബോട്ടിലേക്ക് ആക്കാം. അപ്പോൾ ഓയിലൊക്കെ ഒന്ന് ചൂടാവുന്ന സമയം കൊണ്ട് നമുക്കിത് ബോട്ടിലേക്ക് ആക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് വേണ്ട ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മളോട് ഷാലോ ഫ്രൈ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഷാലോ ഫ്രൈ ആകുമ്പോൾ നമുക്ക് ഇത്രയും മതിയല്ലോ. ഡീപ്പ് ഫ്രൈക്ക് ഉണ്ട്, നമുക്ക് കുറച്ചും കൂടി ഓയിൽ വേണ്ട. അപ്പോൾ കുറച്ച് ഓയിൽ ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബാറ്ററിനെ ജിലേബി മേക്കറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റോളം ഇത് റെസ്റ്റ് ചെയ്യാൻ ഞാൻ വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇതൊന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ രീതിയിലാട്ടോ വീണേ. ഇതിൻ്റെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി ഇതാ എങ്ങനെയാണ് കേട്ടോ. കുഴപ്പമില്ല. ഞാനിത് ചെറിയ സ്പൂൺ കൊണ്ട് കോരി ഇടുന്നതായിരിക്കും നല്ലത്. ഇതിലേക്ക് ഇടാൻ എന്തായാലും കുറച്ച് സമയം എടുക്കും. ഏറ്റവും ബെസ്റ്റ് ഇങ്ങനെ സ്പൂൺ കൊണ്ട് കോരി ഇതിൻ്റെ ജസ്റ്റ് ഈ വായ ഭാഗത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ട് തിരിച്ച് സ്പൂൺ കൊണ്ട് ഇങ്ങനെ തള്ളി കൊടുത്താൽ മതി. അപ്പോൾ വേഗത്തിൽ വീഴുന്നു. അപ്പോൾ വേഗത്തിൽ പോകുന്നു. ഞാൻ ഓർത്ത ബുദ്ധിമുട്ടായിരിക്കും, ഒത്തിരി ടൈം എടുക്കുന്നു. കുഴപ്പമില്ല അങ്ങനെ വേഗം പോകുന്നു. അപ്പോൾ ഞാൻ എൻ്റെ ബാറ്ററൊക്കെ ഫുൾ ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ. അപ്പോൾ നമുക്കിനി അടച്ച് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്കിനി ഉണ്ടാക്കാൻ തുടങ്ങാം. ഓയിൽ ഒരുവിധം ചൂടായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത്തിരി ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലപോലെ തണുത്തായിരുന്നു. അപ്പോൾ ഞാൻ ഷുഗർ സിറപ്പും ഇത്തിരി ചെറുതായിട്ടൊന്ന് ചൂടാക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊന്ന് ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഇവിടെ വരെ എത്താനായിട്ട് നമുക്ക് 2-3 പ്രാവശ്യം പ്രസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ഉണ്ടാക്കാം. നമ്മുടെ ഫസ്റ്റ് ജിലേബി എത്ര സമയം കൊണ്ട് ഇതാവുമെന്ന് എനിക്കറിയില്ല കേട്ടോ. നുറുക്ക് പോലെ തന്നെ പറഞ്ഞ പൊട്ടിപ്പോയിട്ടുണ്ട്. റെഡിമേക്ക് ഇങ്ങനെ വലിയ വട്ടായിട്ട് വരണം. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ ഒന്നും വരില്ല. ഇത്രയും ആദ്യം ഉണ്ടാക്കി നോക്കാം. നമ്മൾ പയ്യെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതായി വരുന്നേ ഉള്ളൂ. ഇത് ലാസ്റ്റ് നമ്മൾ ഇട്ടതാണ്. ഓക്കെ, വലിയ കുഴപ്പമില്ല. വട്ടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല കേട്ടോ. ചേട്ടൻ്റെ ഇവിടെ നിന്ന് കളിയാക്കണം. വട്ടം വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. അത് ഉണ്ടാക്കി നോക്കുമ്പോൾ അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മുടെ മിക്സിൻ്റെയൊക്കെ ആയിരിക്കും. എന്തായാലും വലിയ കുഴപ്പമില്ലാതെ വന്നിട്ടുണ്ട്. നമ്മൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് പിന്നെ ബോട്ടിൽ നിവർത്തി വയ്ക്കരുത്. നേരെ വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ബാറ്ററൊക്കെ മുകളിൽ ഇങ്ങനെ ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകും. ബോട്ടിലിന് ഞാനിങ്ങനെ എന്തായാലും ചരിച്ച് തന്നെ വെക്കുന്നുള്ളൂ. കാരണം അതിങ്ങനെ മുകളിലേക്ക് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അങ്ങനെ താഴേക്ക് വരാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ മിക്സൊക്കെ കറക്റ്റാണ്, പാകമാണ്. നമ്മളത് നോക്കി ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നത്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, നല്ലപോലെ വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഷുഗർ സിറപ്പിൽ ഒരു 20 സെക്കൻഡ്സ് ഇട്ട് വെച്ചിട്ട് ചൂടോടുകൂടിയോ അല്ലെങ്കിൽ തണുത്തിട്ടോ നമ്മുടെ ഇഷ്ടം പോലെ കഴിക്കാം. നമ്മളിത് മറിച്ചിടാൻ എത്തുന്നത് ഇങ്ങനെ ഒന്ന് സ്ട്രോങ് ആയിട്ടുണ്ടല്ലേ എന്ന് നോക്കിയാൽ മതി. സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം മറിച്ചിടാം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ രണ്ടാമത്തെ സെറ്റ് ഇട്ടത് ആയി വരുന്നതേ ഉള്ളൂ. ഫസ്റ്റ് സെറ്റ് ഇതാ നല്ല ഹാർഡായിട്ടിരിക്കേണ്ട കുഴപ്പമൊന്നുമില്ല. ഇത് മാത്രം എന്താ അങ്ങനെ റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന്
പുറത്ത് വന്നിട്ടുണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. ഫസ്റ്റ് റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. പിന്നെ ഷുഗർ സിറപ്പ് ഇതാ ഇവിടെ ചെറിയ പോലെ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് നമ്മുടെ ഷുഗർ സിറപ്പിലേക്ക് ഇടണം. ഇതുണ്ട് നമ്മുടെ ജിലേബിയുടെ സൈസ് ഇതാ ഇങ്ങനെയാണ്. ഒരെണ്ണം ഇട്ടോക്കട്ടെ. ഓക്കെ, ഞാൻ ഫ്ലെയിം ഓഫ് ആക്കണം. ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം കേട്ടോ. ഷുഗർ സിറപ്പിൻ്റെ ഫ്ലെയിം ഞാൻ ഓഫാക്കി വയ്ക്കണം. ഒരു 3-4 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്യണത് ഒന്ന് കുക്കായി കിട്ടാനായിട്ട്. പിന്നെ ഫ്ലെയിം ഇങ്ങനെ മീഡിയം ലെവലിലിടുന്നതായിരിക്കും കൂടുതൽ നല്ലതായിരിക്കും, പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇത് വാങ്ങിച്ചിട്ട് കുറച്ച് ദിവസമായി. ഞാൻ ഓർത്ത് ആൽവിൻ പോണതിന് മുമ്പ് ഇത് ഉണ്ടാക്കുന്നതിൽ അർത്ഥമുള്ളൂ. ആൽവിൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ പിന്നെ മനസ്സിനൊരു സുഖം തോന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആൽവിൻ പോണതിന് മുമ്പ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇന്ന് തന്നെ ടൈം അതിനു വേണ്ടി മാറ്റി വെച്ചുണ്ടാക്കുന്നതാണ്. നമുക്ക് കോരിയെടുക്കാനുള്ള സ്പാച്ചുല അവിടെ ഇരിപ്പുണ്ട്. ഞാൻ പിന്നെ അതെടുക്കാനത് അധികം ഓയിലി ആയിട്ട് അങ്ങനെ വരുന്നില്ല. നമ്മളിത് എടുക്കുമ്പോൾ ഇത് മാത്രമായിട്ട് വരുന്നു, പിന്നെ കുഴപ്പമില്ല. എന്തായാലും അത്രയെങ്കിലും ഉണ്ടാക്കാൻ സാധിച്ചു. ഇനി ബാക്കിയുള്ളതും കൂടെ ഞാൻ ഇതേപോലെ തന്നെ ഉണ്ടാക്കി ഷുഗർ സിറപ്പിലേക്കൊക്കെ ഒന്ന് ഇടട്ടെ കേട്ടോ. ഫ്ലെയിം നന്നായി കുറച്ചിടുന്നുണ്ട് ഞാൻ. ഓയിൽ നല്ല ചൂടായിട്ടിരിക്കണം. ചിലത് ഇങ്ങനെ എയർ കയറിയിട്ടെന്ന് പറഞ്ഞാൽ പൊട്ടിപ്പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ ജിലേബി ഉണ്ടാക്കൽ കഴിഞ്ഞു. ഇതാട്ടോ ലാസ്റ്റ് സെറ്റിൽ നമ്മൾ ഇട്ടിരിക്കുന്നത്. അതായത് 3-4 ട്രിപ്പാണ്. ഇവിടെ 2 ട്രിപ്പ് നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചിലതൊക്കെ ഇത്തിരി ഓവർ ബ്രൗൺ കളറായി, എന്നാലും കുഴപ്പമില്ല. പിന്നെ അവർ ഇതുമേ എഴുതിയിരിക്കുന്നത് 25 എണ്ണം നമുക്ക് ഉണ്ടാക്കാമെന്നാണ്. 25 എണ്ണം ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല, എന്നാലും ഒരു 10-20 എണ്ണമൊക്കെ ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചിലപ്പോൾ ചില സർക്കിളുകളൊക്കെ കുറച്ച് വലുതായിട്ടാണ് ഉണ്ടാക്കിയേക്കണം. അവർ ഫോട്ടോയിൽ കാണിക്കുന്നത് ചെറിയ സർക്കിളുകൾ. അപ്പോൾ ചെറിയ സർക്കിൾ വെച്ചുണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു 20 എണ്ണമൊക്കെ എന്തായാലും ഉണ്ടാക്കാൻ പറ്റുമായിരിക്കും. ഞാനും ഇതാ ഒരു കുറച്ചൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരെണ്ണം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ഇതാണ് നമ്മുടെ ജിലേബി. ഷുഗർ സിറപ്പിലൊക്കെ കിടന്നിട്ട് ഇപ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ക്രിസ്പി, നല്ല ടേസ്റ്റ്. പിള്ളേരെ പറ്റിക്കാൻ നല്ല ബെസ്റ്റ് ഐറ്റം. വീട്ടിൽ തന്നെ ഉണ്ടാക്കാം, കൊടുക്കാം. അടിപൊളിയായിട്ട് ഷുഗർ സിറപ്പൊക്കെ അതിനകത്തേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പറാണ്, കുഴപ്പമില്ല. അപ്പോൾ പക്ഷേങ്കിൽ അവരെഴുതിയേക്കണം അത്രയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഞാനിനി അഞ്ജലിക്കും ആൽവിനും ചേട്ടനൊക്കെ കൊടുക്കട്ടെ. അവരൊക്കെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ജിലേബി ഉണ്ടാക്കുന്നുള്ള വലിയ പ്രതീക്ഷയിൽ. അപ്പോൾ അവർക്കും കൂടെയൊക്കെ ഞാൻ കൊടുക്കട്ടെ. അടിപൊളി ഐറ്റം. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ സൺഡേയിലെ കൊച്ചു വിശേഷങ്ങൾ. ഇന്നെന്ന് പറഞ്ഞാൽ നമുക്ക് ആൽവിന് വിസ വന്നതിന് ശേഷമുള്ള ഒരു സൺഡേ ആണ്. ആൽവിന് UP-യിലത്തെ ലാസ്റ്റ് സൺഡേ എന്ന് പറയുന്നത് ഇന്നാണ്. ഞങ്ങള് നാട്ടിലേക്ക് പോകുന്നത് വെള്ളിയാഴ്ച രാത്രി കേട്ടോ. അപ്പോൾ അതിന് മുൻപായിട്ട് ഞാൻ ഓർത്തു ഇവിടെ ഇരിക്കുന്ന പാക്കറ്റ് എന്തായാലും വേഗത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന്. അങ്ങനെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ കുറച്ച് സ്വീറ്റ് ഐറ്റം പായസം നമ്മളുണ്ടാക്കി, അതുപോലെ തന്നെ ആ ജിലേബി ഉണ്ടാക്കി. ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലിജീസ് വ്ലോഗ്സ് എന്നുള്ള ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാനും മറക്കരുത്. വീണ്ടും നമുക്ക് നല്ലൊരു അടിപൊളി വീഡിയോയുമായി കാണാം. ബൈ.